ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, രണ്ട് ചേരികൾ, ശാക്തിക ചേരികളുണ്ടാകും. അതിൽ ഏതെങ്കിലും അത് രണ്ടും വലിയ രാജ്യങ്ങളുടെ, വലിയ സാമ്പത്തിക സൈനിക ശക്തികളുള്ള രാജ്യങ്ങളുടേതായ ചേരികളാണ്. ആ ചേരികളിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ നിന്നോണം എന്നുള്ള തീട്ടൂരമാണ് ഇവരെല്ലാം നമുക്ക് നൽകിയിരുന്നത്. പക്ഷേ ആ കാലം കഴിഞ്ഞു എന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും ചേരിയുടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യ താല്പര്യത്തിനായി ഞങ്ങൾ എവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് ശ്രീ അജിത് ഡോവലിൻ്റെ റഷ്യ വിസിറ്റ് കൊടുക്കുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഭാരതം എന്തോ ഒരു ബാലൻസിങ് ആക്റ്റാണ് ഇപ്പോൾ നടത്തുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി നല്ല ബന്ധമുണ്ട്. ഇറാനുമായിട്ട് നമ്മുടെ ഛബാർ തുറമുഖവും മറ്റ് അനുബന്ധ കാര്യങ്ങളുമായിട്ടൊക്കെ ഭാരതവും ഇറാനും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ഭാരതവും ഇസ്രായേലുമായിട്ട് എല്ലാ അർത്ഥത്തിലും ആയുധങ്ങളുടെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും വലിയ ബന്ധമുണ്ട്. ഭാരതവും ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എടുത്തു പറയേണ്ടതാണ്. എല്ലാ ഈ പറയുന്ന പോലെ ഓയിൽ, എനർജി ഇത്തരം മേഖലകളിലും മാത്രമല്ല മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം അത് ഇസ്രായേലുമായിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുണ്ട്. മറുവശത്ത് ഇറാനുമായിട്ടും ബന്ധമുണ്ട്. അതേപോലെ അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ റഷ്യയുമായിട്ടും ഭാരതത്തിന് ബന്ധമുണ്ട്, ഉക്രൈനുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഈ ലോകത്ത് സംഘർഷത്തിൻ്റെ രണ്ട് ഭാഗത്ത് ആരൊക്കെ നിൽക്കുന്നു എന്ന് നോക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലോകത്ത് കരണീയം എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ. കാരണം ആരും നമ്മളെ സഹായിക്കാൻ വരില്ല. നമ്മൾ ഇത്രയും കാലം ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വലിയ തോതിൽ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വലിയ തോതിൽ കടന്നുകയറ്റവും ആക്രമണവും നേരിട്ടപ്പോൾ വലിയ പ്രസ്താവനകൾക്കപ്പുറം നമുക്ക് ഐക്യരാഷ്ട്രസഭ പോലും നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മറ്റാരെയും തൃപ്തിപ്പെടുത്താനല്ല, മറിച്ച് നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യമാണ് ഈ ഓരോ നീക്കത്തിൻ്റെയും പിന്നിൽ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ അജിത് ഡോവൽ ഈ ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേരിചേരാ നയത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. അതിൽ ഇപ്പോഴത്തെ ചേരികളിൽ പെടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നും ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന രാജ്യമാണ് എന്നും കൃത്യമായ സന്ദേശം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. ആ പ്രസംഗം യൂട്യൂബിലൊക്കെ അവൈലബിളാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കണം.